ഏതൊരു നഗരത്തിനും നമുക്ക് നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ നല്ലൊരു പുതുമയേറിയ കാഴ്ചകളും മാതൃകമായ കാഴ്ചകളും വളരെ മോശമായിട്ടുള്ള നമ്മൾ ആരും കാണാൻ ആഗ്രഹിക്കാത്ത കുറച്ച് കാഴ്ചകളും ഉണ്ടാവും. ഹോങ്കോങ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ ധാരാളം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരും കാണാത്ത വളരെ വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഹോങ്കോങ്ങിനെ പറ്റി ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോങ്കോങ് സ്റ്റൈൽ വീട് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ നമ്മുടെ മുംബൈയിലും അന്തേരിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ധാരാവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ ധാരാവി എന്ന് പറയുന്ന സ്ഥലത്തെക്കാട്ടിൽ മോശമായിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ധാരാളം സ്ഥലങ്ങൾ, അതിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഹോങ്കോങ് എന്ന് പറയുന്ന ആ കുഞ്ഞു രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളം വാങ്ങുന്ന, നമ്മുടെയൊക്കെ വീട്ടിലെ ബാത്റൂമിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കി കിടന്നുറങ്ങി പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ച് താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, വിശ്വസിച്ചേ മതിയാവുള്ളൂ. അത്തരത്തിലുള്ള കുറച്ച് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ദി ഡാർക്ക് സൈഡ് ഓഫ് ഹോങ്കോങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്നലെ നമ്മൾ ഒരു ഭാഗം കണ്ടു, അത് ഇന്ത്യൻസിൻ്റെ പേര് കളയാൻ വേണ്ടിയുള്ളൊരു ഭാഗം. പക്ഷേ ഇന്ന് പേര് കളയുന്നതൊന്നുമല്ല, ഹോങ്കോങ് നഗരത്തിൻ്റെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മുടെ ലണ്ടൻ ടാക്സിയൊക്കെ പോലെ തന്നെ ഇവിടുത്തെ ഒരു പുതിയ ടാക്സിയാണ് ഈ കാണുന്നത്. പഴയ ടാക്സികളല്ല, പുതിയ ടാക്സികളാണ്. ടൊയോട്ടയുടെ വണ്ടിയാണ്. ഏത് വണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ടൊയോട്ടയുടെ വണ്ടിയാണ്. ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള സീറ്റുകളും മറ്റുമൊക്കെയുള്ള വണ്ടി. ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഈ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും സൗകര്യങ്ങളുണ്ട്. വളരെ വിശാലമായിട്ട് പുറകിലത്തെ സീറ്റിലിങ്ങനെ ഇരിക്കാം. ഇതൊക്കെ ഓട്ടോമേറ്റഡ് കൺട്രോളാണ്. ഡ്രൈവർക്ക് മാത്രമേ ഇത് തുറക്കാൻ പറ്റൂ. അല്ല, നമുക്ക് തുറക്കാം, പക്ഷേ ഡ്രൈവറാണ് ഇത് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ചില്ലൊന്നും ഇതാക്കാനൊന്നും പറ്റുമൊന്നുമില്ല, അങ്ങനത്തെ ഒരു വണ്ടി. നമ്മളൊരു ടൂറ് ബുക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ ആ ടൂറ് ബുക്ക് ചെയ്ത ആൾക്കാർ എന്നോട് ഇവിടെ ഒരു മെട്രോ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മെട്രോ സ്റ്റേഷനിൽ അവർ വരാൻ പറഞ്ഞ സ്ഥലം നോക്കി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ടൂറ് ബുക്ക് ചെയ്ത സ്ഥലം എത്തിയിരിക്കുകയാണ്. ഹായ്, യെസ്, Sujit and one more person. One only? Yeah, two person. Yeah. I think you got water, right? Yeah, it's really hot. Can I? Do you have time? Yeah. I'll get some. Yeah, please. Yeah. നമുക്ക് എന്തായാലും വാങ്ങിച്ചിട്ട് വരാം. ഞങ്ങൾ അവരെ മീറ്റ് ചെയ്തത് പ്രിൻസ് എഡ്വാർഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് നമ്മളിപ്പോൾ വാക്കിംഗ് ടൂറാണ് ബേസിക്കലി. അതായത് ഇതൊരു പോവർട്ടി ടൂറിസമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. ഇത് ഹോങ്കോങ്ങിൻ്റെ യഥാർത്ഥ കാഴ്ചകൾ, റിയൽ ആയിട്ടുള്ള കാഴ്ചകൾ കാണിക്കുന്ന ഒരു ടൂറാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഹോങ്കോങ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അത് മാത്രമല്ല, ഈ കൗളൂൺ എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു പ്രൊവിൻസിന്റെ സമീപത്തായിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ തിങ്ങിപ്പാർക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഒരു സ്ക്വയർ കിലോമീറ്റർ ആ ഒരു ഏരിയയിൽ ഈ കാണുന്ന ഇടുങ്ങിയ വീടുകളിൽ തിങ്ങിപ്പാർക്കുന്നത്. ഈ കാണുന്ന പല കെട്ടിടങ്ങളിലും 10-12 നിലകളുള്ള പല കെട്ടിടങ്ങളിലും ലിഫ്റ്റുകൾ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് 10ാം നിലയിലേക്ക് വരെ ലിഫ്റ്റ് ഇല്ലാതെ നടന്ന് സ്റ്റെപ്പ് വെച്ച് കയറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. നിങ്ങൾ ഈ കാണുന്ന പോസ്റ്ററുകൾ കണ്ടില്ലേ, ഇതെന്താ സംഭവം എന്നല്ലേ? ഇതൊക്കെ ശരിക്കും ഇവിടെയുള്ള വീടുകൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഫോട്ടോകളും മറ്റും പതിച്ച ഒരു പോസ്റ്ററാണ്. ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ കടയാണ്. ഇതുപോലുള്ള ധാരാളം കടകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വീടിൻ്റെ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള വീടുകളൊന്നും നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാനേ കിട്ടില്ല, റെന്റിന് പോലും കിട്ടില്ല. ഇതിലും മികച്ച വൃത്തിയുള്ള വീടുകളായിരിക്കും മിക്കതും നമുക്ക് റെന്റിന് കിട്ടുക. ആ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോസിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു വർഷത്തേക്ക് അതിന് എത്രയാണ് റെന്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ റെന്റാണ് നമുക്ക് ഹോങ്കോങ് ഡോളേഴ്സിൽ കാണുന്നത്. കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി, ലക്ഷങ്ങൾ വരും. അതിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കൂടുന്നതനുസരിച്ചിട്ട് റെന്റും കൂടി ലക്ഷങ്ങൾ വരും. അതാണ് ബേസിക്കലി ഈ ഫോട്ടോയിൽ കാണുന്ന കാഴ്ചകൾ. ഇനി ഇതിനകത്ത് തന്നെ റെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ബേസിക് ആയിട്ടുള്ള റെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള അമ്യൂണിറ്റി ചാർജസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചാർജസ്, വെള്ളത്തിൻ്റെ പൈസ, കറണ്ട് ചാർജ് എന്നൊക്കെ പറയുന്നതൊക്കെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇത്രയും പൈസ കൊടുത്തിട്ടും ഒരു കുടുംബം താമസിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര രൂപ മാസ വരുമാനം ഉണ്ടാവണം? ഒരാൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ താമസിക്കാൻ പറ്റും? ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര പേര് ജോലിക്ക് പോകണം? കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആരും നോക്കും? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംശയമായിട്ട് നമ്മുടെ
നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് ആളുകളുടെ ധാരാളം കടകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി തൊട്ടിപ്പുറത്ത് കാണുന്ന മറ്റ് പോസ്റ്ററുകൾ എന്ന് പറയുന്നത് ഇത് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പോസ്റ്ററുകളാണ്. അതായത് ഇതിന് എത്ര കോടി രൂപയാണ് വില, എത്ര കോടി ഹോങ്കോങ് ഡോളേഴ്സാണ് വില, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എത്ര വർഷം പഴക്കമുണ്ട്, അങ്ങനെയുള്ള തുടങ്ങിയ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന മറ്റൊരു വിഭാഗം പോസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പഴക്കമുള്ള ഈ വീടുകൾ പോലും വാങ്ങാൻ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവം. അപ്പോൾ ഈ വീടുകളൊക്കെ ആരുടെ ആയിരിക്കും? പലതും ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടുകൾ പലതും ചൈനീസ് ലോബികളുടെ ആയിരിക്കും. ചൈനീസ് പണ്ട് കാലത്ത് ഹോങ്കോങ്ങിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ ഹോങ്കോങ്ങിൽ വന്ന് താമസിച്ച ആളുകളുടെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു റവന്യൂ സോഴ്സാണ് ഈ ഒരു വീടുകളെന്ന് പറയുന്നത്. അത് വലിയൊരു ലോബിയാണ് എന്നാണ് നമുക്ക് ഗൈഡിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ വലിയ രീതിയിൽ റെൻ്റ് എങ്ങനെ ഒരു ഇതുമില്ലാതെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു കൺട്രോളും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഗൈഡ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ നിയമങ്ങൾ ഇപ്പോഴും ഒരു കൺട്രോൾ ആവുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല. 1-2 വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് നിയമം മാറ്റുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫയർ ആൻഡ് സേഫ്റ്റി കാര്യങ്ങളെ പറ്റിയുള്ള നിയമങ്ങൾ, പിന്നെ ബിൽഡിങ്ങുകളുടെ കാലപ്പഴക്കം കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ, പിന്നെ ഈ റെൻറ്റും പിന്നെ ഇവിടുത്തെ ഈ ഒരു ആളുകൾക്ക് താമസിക്കാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ഏകീകരിക്കാനായിട്ടുള്ള നിയമങ്ങളും മറ്റുമൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് കണിഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മളിവിടുത്തെ ഒരു വീട് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മളെല്ലാവരും കൂടി. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടുത്തെ റെൻറ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എക്സ്ട്രീമാണ്. ഇവിടെ റിയൽ എസ്റ്റേറ്റിൻ്റെ കുത്തകയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വീട് ഇവരുടെ ടൂറിൻ്റെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അകത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതൊക്കെ റിയൽ എസ്റ്റേറ്റ് കടകളാണ്. ഓരോ സംഭവങ്ങൾ റെൻ്റാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ വീടുകളുടെ റെൻറ്റും ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കയറുന്ന ഒരു 10-12 നിലയുള്ളൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള സ്റ്റെപ്പ് വഴി വേണം കയറിപ്പോകാനായിട്ട്. വേറെ ലിഫ്റ്റോ പരിപാടികളോ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എത്ര വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950-കൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ബിൽഡിംഗാണ്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടു, ആ പുള്ളി കുനിഞ്ഞാണ് പോകുന്നത്. അത്രയും ഹൈറ്റ് കുറഞ്ഞ ബിൽഡിംഗാണ്. നമുക്ക് പിന്നെ കുനിയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടോ, ഇതൊക്കെ ഓരോ മുറികളാണ്. ഈ കാണുന്നതൊക്കെ ഓരോ വീടുകളാണ്. ഇത് 101 ഇതൊരു വീടാണ്. അങ്ങനെ ഹോങ്കോങ്ങിലെ ആ ഒരു കേജ് ഹൗസാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ കാണുന്ന ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീട് കണ്ടില്ലേ? ഇത് ലിറ്ററലി ഒരു വീടാണ്. ഈ ഒരു വീടിന് ഏകദേശം 60,000-70,000 രൂപയാണ് ഈ കാണുന്ന മുറിക്ക് ഒരു ദിവസത്തെ വാടക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും ഹോങ്കോങ്ങിലെ യഥാർത്ഥമായിട്ടുള്ള കേജ് ഹൗസുകളുണ്ട്. അതിൻ്റെ ഒരു റിപ്ലിക്കയാണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം ആളുകൾ താമസിക്കുന്ന കേജ് ഹൗസിൽ നമുക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇത്തരത്തിലുള്ള 3-4 ബങ്ക് ബെഡുകൾ പോലെയുള്ള കേജ് ഹൗസുകൾ ഹോങ്കോങ്ങിൽ ലീഗലായിട്ടുള്ള സംഭവമാണ്. ഇതിന് ഏകദേശം 20,000-25,000 രൂപയാണ് ഈ ഒരു ബെഡ് സ്പേസിന് ഒരു മാസത്തേക്ക് ലാൻഡ് ലോഡ് റെൻറ്റ് വാങ്ങിക്കുക. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത്, ഇവിടെ താഴെ മുകളിലും ഓരോ ആളുകൾക്ക് കിടന്നുറങ്ങാവുന്ന തരത്തിലുള്ള ഒരു കേജ് ഹൗസ്. അതിനകത്ത് അവരുടെ ഒരു ഫ്രിഡ്ജ്, പിന്നെ അവരുടെ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലം, പിന്നെ അവരുടെ തുണി ഇടുന്ന സ്ഥലം, പിന്നെ അതിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ പാചകം ചെയ്യാനും പാത്രം കഴുകുന്നതിനും വേണ്ടിയുള്ള ഒരു സ്ഥലം ഇവിടെ കാണാം. പിന്നെ അവരുടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടോയ്ലറ്റ് ഇവിടെ കാണാം. അവിടെ തന്നെ നിന്ന് കുളിക്കുകയും വേണം. പിന്നെ ഈ എയർ കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ശരിക്കും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ടൂറിന് വരുന്നവർ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിൽ യഥാർത്ഥമായിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഹോങ്കോങ്ങിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും. ആ ഗൈഡ് ഞങ്ങളെ കുറെ ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വി കാൻറ്റ് ഈവൻ ഇമാജിൻ ഹൗ പീപ്പിൾ ആർ ലിവിങ്. അത്രയ്ക്ക് അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പോലും നമുക്ക് വി കനോട്ട് ഫൈൻഡ് പീപ്പിൾ ലിവിങ് ദാറ്റ്. ഇന്ത്യയിലുണ്ട്, പക്ഷെ എന്നാലും ഇത് സംതിങ് ഡിഫറെൻറ്റ്. നമുക്ക് ഇപ്പോൾ ധാരാവി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ അല്ലെങ്കിൽ അതിലും മോശമായിട്ടുള്ള തരത്തിലുള്ള കുറേ സംഭവങ്ങൾ, അല്ലെങ്കിൽ അതിലും മോശം അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സംഭവം. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര റിയൽ എസ്റ്റേറ്റ് കോസ്റ്റാണ്, ഭയങ്കര. അതുപോലെ തന്നെ സാലറി ഉണ്ട്, പക്ഷേ എന്നാലും ലോ ഇൻകം സാലറി കിട്ടുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട്. സാധാരണക്കാർ, അതിനകത്ത് ഇമിഗ്രൻസ് അല്ല, സാധാരണക്കാർ, ഇവിടുത്തെ സാധാരണക്കാരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ
ഈ ഒരു സ്ഥലത്ത്, കാരണം ഈ ഒരു ചെറിയ രാജ്യത്ത് ധാരാളം ആളുകൾ വരുമ്പോഴത്തേക്കിനും ഇവിടെ അതിന് മാത്രമുള്ള സൗകര്യങ്ങളും മറ്റും ഇല്ലാതെ വരുമ്പോഴത്തേക്കിനുമാണ് അതിൻ്റെ റെൻറ്റും മറ്റുമൊക്കെ കൂടിക്കൂടി വരുന്നത്. അപ്പോൾ അത്തരത്തിൽ റെൻറ്റും മറ്റുമൊക്കെ കൂടിക്കൂടി വന്ന് ഇവിടുത്തെ അവസ്ഥയാണ് ശരിക്കും നമ്മളിപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 10 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരെ പോകണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് പോലും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ എത്തരത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഒരു ഡെമോ ആയിട്ടുള്ളൊരു വീടാണ് നമ്മളെ ഇവരിവിടെ കാണിക്കുന്നത്. കതക് പോലും ഇല്ലാത്ത ടോയ്ലറ്റ് ഉള്ള, അല്ലെങ്കിൽ ഇത്രയും മാത്രം സ്പേസ്, ഒരു ബെഡ് സ്പേസ് മാത്രമായിട്ടൊക്കെ കിട്ടുന്ന ഇവിടുത്തെ പല സ്ലീപ്പിംഗ് സെറ്റപ്പുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതാണ് 5 കോടി രൂപ വിലയുണ്ടെന്ന്. അതെ, ഈ 106 എന്ന് കാണുന്ന ഈ ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെ ഇപ്പുറത്ത് നമുക്ക് 107, 108 കാണാം. ഇവർക്കെല്ലാമായിട്ട് കോമൺ ടോയ്ലറ്റ് ആയിരിക്കും ഇവിടെ ഉള്ളത്. ഇത് ശരിക്കും ഇപ്പോൾ ഇത് കോമൺ ടോയ്ലറ്റ് ആണ്, ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന കോമൺ ടോയ്ലറ്റ് ആണ്. ഇത് ഇവരുടെ കുളിമുറിയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്ന ഒരു കോമൺ ടോയ്ലറ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ എല്ലാം കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള ഇലക്ട്രിസിറ്റി മീറ്ററുകളാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ കറങ്ങി ഓടുന്നതൊക്കെ കാണാം, ആരോ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ പഴയ മീറ്ററുകൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള മീറ്ററുകൾ കാണുന്നില്ല, പഴയ മീറ്ററുകൾ, ആ മീറ്ററുകൾ വെച്ചിട്ടാണ് കംപ്ലീറ്റ് കൺട്രോളും. അപ്പോൾ ഈ ഒരു മുറിയുടെ റെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു 60,000, 70,000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരുവിധ യൂട്ടിലിറ്റി ചാർജസും ഇൻക്ലൂഡഡ് അല്ല. കറണ്ട് ചാർജും പിന്നെ വെള്ളത്തിൻ്റെ ചാർജ്, ബാക്കിയുള്ള ചാർജ്, ഇതെല്ലാം എക്സ്ട്രാ വരുന്ന ചാർജസ് ആണ്. അതാണ് മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത്. $39 മുടി വെട്ടും എന്നുള്ളൊരു പരസ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പെണ്ണുങ്ങൾക്ക് $49 എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അത് കുറവ്, 500 രൂപ ഉള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് പല വ്യത്യസ്ത തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കെട്ടിടങ്ങൾക്ക് ഈ പഴയ കെട്ടിടങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പഴയ കെട്ടിടത്തിലും ലിഫ്റ്റ് ഇല്ല കേട്ടോ. അതാണ് സ്ട്രേഞ്ച് തിങ് എന്ന് പറയുന്നത്. ഈ കാണുന്ന പല കെട്ടിടങ്ങളിലും ലിഫ്റ്റ് ഉണ്ടാവില്ല. ഈ ലിഫ്റ്റ് പോലും ഇല്ലാത്ത ഈ കെട്ടിടങ്ങൾക്കാണ് ഈ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ വില എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. കോടിക്കണക്കിന് രൂപ, അതായത് മിനിമം ഒരു 3, 4, 5 കോടി രൂപയൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു വീട് വാങ്ങണമെങ്കിലുള്ള ഒരു വില എന്ന് പറയുന്നത്. എന്നെ ഞെട്ടിച്ചത് ഈ കെട്ടിടങ്ങളിലൊന്നും ലിഫ്റ്റ് ഇല്ല എന്നുള്ളൊരു സംഭവമാണ്. അതായത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ഭയങ്കര സംഭവങ്ങളുണ്ട്, പക്ഷേ ഇവിടെ പലതും അതൊക്കെ ഇല്ല എന്ന് പറയുമ്പോൾ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പഴയ ഒരു കെട്ടിടം കാണാം, വർഷങ്ങൾ പഴക്കമുള്ളൊരു കെട്ടിടം. ഇതേപോലെയുള്ള ഇവിടുത്തെ ഒരു മൈഗ്രേറ്റഡ് ഫാമിലി നിർമ്മിച്ചതാണ്. അവരത് പിന്നീട് അവർ റിച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഈ ഒരു കെട്ടിടം ഗവൺമെൻറ്റിന് ഡൊണേറ്റ് ചെയ്തു. ഗവൺമെൻറ് ഇപ്പോൾ അത് ചൈനീസ് ആയുർവേദ മെഡിസിനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള എന്തോ ഒരു സംഭവങ്ങളുടെ ഒരു ആശുപത്രി പോലെ ആക്കി മാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനുള്ളിൽ കയറി എന്തൊക്കെയോ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറയുന്നുണ്ട്. ഹോങ്കോങ് ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് ഈ ഒരു സ്ഥലത്തെ ഇപ്പോൾ പറയുന്നത്. നമ്മുടെ ആയുർവേദ മരുന്നുകളൊക്കെ പോലെ തന്നെ ഈ ചൈനക്കാർക്കും ഇവരുടേതായിട്ടുള്ള കുറേ ചൈനീസ് ആയുർവേദ മരുന്നുകളും സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കഷായം പോലെ തന്നെ എന്തോ ഉള്ള ഒരു കഷായം ഇവിടെ എല്ലാവരെയും കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഗൈഡ്. ഈ ഒരു സംഭവമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് കഷായം പോലെ ഇരിക്കുന്ന കഴിച്ചതെങ്കിൽ എല്ലാവരും വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സെയിം കഷായം, സെയിം ഡിറ്റ സാധനം. We have things like in India. Yeah, we call it Ayurvedic medicines. Okay. Yeah, we have it in Kerala. I know there are like Russians, American, South American, they all very long history countries. They have similar things. Yeah, that's true. Same നമ്മുടെ കഷായം, ദശമൂലാരിഷ്ടം കുടിക്കുന്ന പോലെ ഇല്ലേ? രാവിലെ വിശന്നിരിക്കല്ലേ, അപ്പോൾ കഷായവും ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചു. ആ സാധനം ഉണ്ടല്ലോ ബിസ്ക്കറ്റ്, അത് കഴിച്ചു നോക്കിയാൽ നമ്മുടെ പുളിയില്ലേ, ഇഞ്ചിപ്പുളി അല്ല, ആ പുളി വെച്ചുണ്ടാക്കിയ ബിസ്ക്കറ്റ്. ഈ കാണുന്നതൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ പുതിയ കെട്ടിടങ്ങളാണ്. ഇതിനകത്തൊക്കെ എന്തായാലും ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അതിൻ്റെ മുമ്പിലൊരു പഴയ കെട്ടിടം ഉള്ളത്, അതിങ്ങനെ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊന്നും പൊളിച്ചു കളയൊന്നുമില്ല. ഇവിടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ ഗൈഡ് പറഞ്ഞു, അതായത് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു പഴയ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആൾക്കാർ കറണ്ട് അടിച്ചു മരിച്ചു. രണ്ടാമത്തെ കാര്യം, തീ പിടിച്ച് ഇൻസിഡന്റുകൾ പലതുണ്ടായിട്ടുണ്ട്. പിന്നെ കെട്ടിടം മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ്, ബലക്ഷയമായ പഴയ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിന്റെ ഇവിടുത്തെ ഈ ഒരു കുത്തകയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോഴും ഇവിടെ പ്രോപ്പറായിട്ടുള്ള നിയമങ്ങളൊന്നും ഇല്ല എന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ആ നിയമങ്ങൾ ഇല്ലാത്തത് കാരണം പല പ്രശ്നങ്ങളും ഇവിടുത്തെ ആളുകൾ നേരിടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ചൈനീസ് റിയൽ എസ്റ്റേറ്റ് ലോബികളുടെ ഒരു വലിയൊരു ഇതാണെന്നാണ് അവർ പറയുന്നത്. ഒരു ഫോട്ടോസ്റ്റാറ്റ് കട, ഇത് സ്റ്റേഷനറി ആൻഡ് ഫോട്ടോസ്റ്റാറ്റ് കട കണ്ടോ. ഇതൊക്കെ റിയൽ എസ്റ്റേറ്റ് കെട്ടിടങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പരസ്യങ്ങൾ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. ആ വീടുകളുടെ ഫോട്ടോസ് വെച്ചിട്ട് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് പ്രൈസ്,
അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. പണ്ട് ചൈനയും ഹോങ്കോങ്ങും തമ്മിലുള്ള ഒരു അതിർത്തിയായിരുന്നു ഇതെന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ശരിക്കും ആ ഒരു പഴയ ടെറിട്ടറിയും പുതിയ ടെറിട്ടറിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ കുറച്ചും കൂടെ ഡെൻസായിട്ടുള്ള പോപ്പുലേഷനുള്ള ഒരു സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം മസാജ് സെൻ്ററുകളാണല്ലോ, മസാജ് പാർലറുകളാണ്. ഈ കാണുന്നതൊക്കെ മസാജ് പാർലറുകളും ബ്യൂട്ടി പാർലറുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. മേളിൽ തുണി ഉണക്കാനിട്ടിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. കേട്ടോ, അതൊരു വീടാണ് ആ ഭാഗത്ത്, കേട്ടില്ലേ? ആ വീട്, അതായത് ഈ താഴെ ഈ ഡബിൾ ഹൈറ്റുള്ള സംഭവങ്ങൾ, ഇത്രയും കടകളും അതിൻ്റെ മുകളിൽ ആ ഒരു ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം അവർ വീടുമാക്കി മാറ്റിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ഏരിയയിലായിരുന്നു നമ്മൾ ആ കേജ് ഹൗസ് കണ്ടത്, നമ്മൾ അവിടെ പോയി കണ്ടത്. സാധാരണ നമ്മുടെ നാട്ടിലേക്ക് മാർക്കറ്റ് സൈഡിലൊക്കെ പോകുന്ന പോലെയുള്ള ഒരു ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചൂലും പിന്നെ അതുപോലെയുള്ള ഇത് ഇവിടുത്തെ ഒരു ഹാർഡ്വെയർ ഷോപ്പാണെന്ന് തോന്നുന്നു. ചൂരവടി, അയ്യോ നമ്മുടെ ചൂരവടി ഇല്ലേ, ചൂരവടിയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്, ചാക്ക്, അതെ ഇത്. പിന്നെ ഒരു കാറിൻ്റെ സർവീസ് സെൻ്ററാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ട മസാജ് സെൻ്ററുകളും മറ്റുമൊക്കെ ഇവിടുത്തെ പ്രോസ്റ്റിറ്റ്യൂഷനും പിന്നെ അതേപോലെ തന്നെ ഡ്രഗിൻ്റെ കച്ചവടമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണെന്നാണ് പുള്ളി പറയുന്നത്. ഇവിടുത്തെ ഗാങ്സ്റ്റേഴ്സിൻ്റെ ഏരിയ അടുത്തെന്നൊക്കെ പറയുന്നു. അവരൊക്കെ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തല്ല, ലോക്കൽസിനെ ടാർഗറ്റ് ചെയ്തെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പഴയ കെട്ടിടങ്ങളുടെ ഒരു ഏരിയ കാണുന്നു. അതേപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് പുതുപുത്തൻ കെട്ടിടങ്ങളും കാണാൻ സാധിക്കും. മിനിമം ഒരു 50 നിലയാണെല്ലാം. അതായത് പഴയത് തന്നെ 10, 12, 15 നിലയുണ്ട്. അതായത് 60, 70 വർഷം മുമ്പ് പണിത കെട്ടിടങ്ങളൊക്കെ. അപ്പോൾ പുതിയ കെട്ടിടങ്ങളെന്ന് പറയുന്നതെല്ലാം 50 നില മിനിമമാണ്. 60, 70 നിലകളൊക്കെയാണ് പലതും. ഇതിവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി സ്കൂളാണ്. സ്കൂള് വളരെ മോഡേൺ ആണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കും. സ്കൂളിൻ്റെ അടുത്താകുമ്പോഴത്തേക്കിനും റെസിഡൻഷ്യൽ ഏരിയയൊക്കെ വീണ്ടും എക്സ്പെൻസീവ് ആവും. ഇതൊക്കെ എന്ന് പറയുന്നത് കോടികളായിരിക്കും. മിനിമം ഒരു 15 കോടി 20 കോടി രൂപയൊക്കെ ആയിരിക്കും ഇതിനകത്തൊരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ പുതിയ ബിൽഡിങ്ങുകളിലൊക്കെ നമുക്ക് കോസ്റ്റ് വരുന്നത്. ഇതുപോലെയുള്ള ഒരു ബിൽഡിങ്ങിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഒരു 400-500 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടിന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ മാസം റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ എത്രയായിരിക്കും റെൻറ്റ് എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നമുക്ക് സ്ട്രീറ്റിൽ ജീവിക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? അച്ചടാ, ഹായ്. ഇവരൊക്കെ സ്ട്രീറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കഴിച്ച്. ഇവിടെ സ്ട്രീറ്റിൽ താമസിക്കുന്നത്, അതായത് അത്തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ആ കാണുന്ന സിൽവർ കളറിലെ ബിൽഡിങ് ഒരു ഡി അഡിക്ഷൻ സെൻ്ററാണ്. അതിന് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ ഡ്രഗ് വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ പോലീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പോലീസ് റെയ്ഡിനോ എല്ലാം വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയും അവർ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അതായത് കൈ ഡ്രഗ് ഉണ്ടാവുമല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഡ്രഗിൻ്റെ പരിപാടികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വളരെ കോമൺ ആണ്. പക്ഷെ അത്രയ്ക്ക് ഇതല്ല, എന്നാലും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പക്ഷെ എന്നാലും ഉണ്ട്, ഇല്ലാത്ത രാജ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഗൈഡ് ഇങ്ങനെ പറയായിരുന്നു. നമ്മുടെ ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ മുമ്പിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർ മാസ്ക് ഒക്കെ ഇട്ട് നിൽപ്പുണ്ടേ. അവരാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. ഇത് കണ്ടോ, ഇതാണ് ഡി അഡിക്ഷൻ സെൻറ്റർ. ആ കാണുന്നത് ഒരു വീടാണ്. ആ AC ഇരിക്കുന്ന ഭാഗം കണ്ടോ? അതായത് നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും ഈ താഴത്തെ നിലകളെല്ലാം ഡബിൾ ഹൈറ്റ് ആണ്. ഡബിൾ ഹൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ താഴെ ആ ഒരു ഭാഗം അവർ മുറിച്ചിട്ട് കട ഇത്രയും ഹൈറ്റിൽ, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കണ്ട ആ ഒരു വീടുകളുടെ സ്ഥലം, അത് കുറച്ചുകൂടെ റെൻറ്റ് കുറവുള്ള വീടുകളായിരിക്കും. ഭയങ്കര ചൂടാണ് അതിനകത്തൊക്കെ പോയി നിൽക്കുമ്പോൾ. ഞങ്ങൾ നേരത്തെ ആ കേജ് ഹൗസ് കാണാൻ കയറിയപ്പോൾ അതിനകത്ത് ഒടുക്കത്തെ ചൂടായിരുന്നു. പല സ്ഥലങ്ങളിലും AC ഒന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഫാൻ ഉണ്ടാവും. എന്നാലും ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചൂട് വരുമ്പോഴത്തേക്കിനും ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. വേർത്ത് കുളിച്ച് ഒരു പരുവവും. ഇതിനിടയ്ക്കൊക്കെ ആൾക്കാർ ജീവിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇന്ത്യയിൽ ഈ മുംബൈയും ഡൽഹിയും ബാക്കിയുള്ള പല സ്ഥലങ്ങളുമൊക്കെ ആളുകളൊക്കെ പല രീതിയിൽ താമസിക്കുന്നത് കണ്ടിട്ട് ഇവിടെ വരുമ്പോൾ നമുക്കിതൊന്നും വലിയൊരു പുതുമയായിട്ട് തോന്നില്ല. പക്ഷേ ഇവിടെ വരുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നും. എന്ത് ചെയ്യുക, ടെസ്ല ചാർജ് ചെയ്യുന്നത് കണ്ടോ? എവിടെയാണ് ആ കടയിൽ നിന്ന് ഇലക്ട്രിക് ഇതെടുത്തിട്ട് ടെസ്ല ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത്രയും വലിയ അപ്പാർട്ട്മെൻറ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഹോങ്കോങ്ങിൽ ഇതൊരു വലിയ സംഭവമാണ്. എന്നാലോചിച്ച് നോക്കിയേ, ഈ ചൈനയിൽ നിന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമിഗ്രൻസ് വരുന്നത്. അതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ചൈനയിൽ നിന്ന്. ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യത്ത്
ജീവിത നിലവാരം കുറവാണ്, അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഗൾഫിലും പിന്നെ ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നില്ലേ? നമ്മൾ കുറച്ചും കൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പല ആൾക്കാരും പോകുന്നത്. ഇപ്പം നമുക്ക് മലയാളികൾ നമ്മൾ പോകുന്നത് മറ്റു പല റീസൺസ് ഉണ്ടാകും. പക്ഷേ ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അതേപോലെ തന്നെ ഫിലിപ്പീൻസിൽ നിന്നും ഈവൻ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നവർ അവർക്ക് അവരുടെ നാട്ടിൽ ജീവിക്കാനുള്ള നിലവാരം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ നിലവാരം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കിയാണ് നമ്മൾ പല രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ചൈനയിലും അതേപോലെ തന്നെയാണ്. ഈ ചൈനയിൽ നിന്നും ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് ഹോങ്കോങ്ങിലേക്കും പിന്നെ തായ്വാനിലേക്കും സിംഗപ്പൂരിലേക്കും ഒക്കെ പോകുന്നതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന് കുറച്ചുകൂടെ ജീവിത നിലവാരം നോക്കി, അതായത് പൈസ കിട്ടുന്നില്ല, അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നില്ല, കുറച്ചുകൂടെ പൈസ വേണം. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിക്കേണ്ട അവസ്ഥ അവർക്ക് വരുന്നു. ആലോചിച്ച് നോക്കി, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനിമം 7 വർഷം നിൽക്കണം PR കിട്ടണമെങ്കിൽ. ഈ PR കിട്ടുന്നവരെ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. ഈ PR കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 5-6 വർഷം വെയിറ്റ് ചെയ്യണം ഒരു പബ്ലിക് ഹൗസിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം തന്നെ എത്ര വർഷമായി? 13 വർഷമായി. ഈ 13 വർഷം ഇവൻ കഷ്ടപ്പെടണം, സ്ട്രഗിൾ ചെയ്യണം. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള പല ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുള്ളൂ. 13 വർഷത്തെ കാലയളവിൽ ഇതുപോലുള്ള പല സ്ഥലങ്ങളിലാണ് ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ബെറ്റർ ആയി കഴിയുമ്പോഴായിരിക്കും അവർ പുതിയ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വീട് എന്ന് പറഞ്ഞൊരു സ്വപ്നത്തിലേക്ക് മാറുന്നത്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഭയങ്കര മൂവാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, പെട്ടെന്ന് ലോൺ കിട്ടും, ആളുകൾക്ക് നല്ല ശമ്പളമുണ്ട്. സോ ഇങ്ങനെ നടക്കും. All everywhere from that end to the other far end. They were here in the 90s. 90s. Okay. They get older. So end up they sleep under the bridge. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിന് താഴെ ആ ചേട്ടൻ കാണിച്ച പോലെ തന്നെ ഇതൊരു ഹോംലെസ്സിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു 90കളിൽ. ഹോംലെസ് അഡിക്ഷൻ്റെ, അതായത് ഡ്രഗ് അഡിക്ഷൻ്റെ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നു ഇത്. ആളുകൾ ഇവിടെ കൂട് കെട്ടി താമസിച്ചും ടെൻ്റടിച്ച് താമസിച്ചും കടന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ച് അവിടെ ഫെൻസ് കെട്ടിയിരിക്കുന്നത് കാണാം. പിന്നെ ഇതകത്തൊരു മാർക്കറ്റാണ് ആക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ലിറ്ററലി ഒരു വെജിറ്റബിൾ മാർക്കറ്റാണ്, വെജിറ്റബിൾ മീറ്റ് മാർക്കറ്റാണ് ഈ പാലത്തിനടിയിൽ. ഇത് എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വളരെ പുതിയ കെട്ടിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ല, എല്ലാം പുതുപുത്തൻ കെട്ടിടങ്ങൾ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആളുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്നു, കോടിക്കണക്കിന് രൂപ കൊടുത്ത് മില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുത്തിട്ട് ആൾക്കാർ ഇത് വാങ്ങുന്നു. വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കിനും അവരുടെ തൊട്ട് താഴെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഹോംലെസ് ആൾക്കാരുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഈ ഹോംലെസ്സിൻ്റെ ഒരു സ്ഥലത്ത് റിയൽ എസ്റ്റേറ്റിന് വില കിട്ടുമോ? വാല്യൂ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ വാല്യൂ കിട്ടുന്നതിന് വേണ്ടി ആയിരിക്കണം റിയൽ എസ്റ്റേറ്റ് കമ്പനികളും ഇവിടെ വാങ്ങിച്ച ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞ് ഗവൺമെൻറ് ഇവിടെ നിന്ന് ഹോംലെസ്സിലായിട്ടുള്ള ഇവിടെ തമ്പടിച്ചിരുന്ന ആൾക്കാരെ എല്ലാം ഇവിടെ നിന്ന് ഒഴിവാക്കി അവർക്ക് വേറെ ഏതോ സ്ഥലത്തേക്കൊക്കെ അവരെ മാറ്റി പാർപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സോ വലിയൊരു റിയൽ എസ്റ്റേറ്റ് സംഭവം നമുക്ക് കാണാൻ പറ്റൂടെ. ക്രൈം ചെയ്യരുത് എന്ന് പല ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നോക്കിയേ, പോലീസ് വിൽ കോമ്പാക്ട് സ്ട്രീറ്റ് ക്രൈം ആൻഡ് വയലൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദിയിൽ മാത്രമല്ല പല ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ബെയ്ഹോ സ്ട്രീറ്റ് പബ്ലിക് ഓപ്പൺ സ്പേസസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ ആ പാലം കണ്ടില്ലേ? ആ പാലത്തിന്റെ അപ്പുറത്ത് ഗവൺമെന്റ് ആ സ്കൈ സ്കേപ്പേഴ്സിന്റെ താഴെ ഒരു വലിയൊരു പാർക്ക്, ഇതുപോലത്തെ പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാർക്ക് കുറേ ഹോംലെസ് ആൾക്കാർ കൈയടക്കി. അതിപ്പോൾ ഡ്രഗ് അഡിക്ഷൻ്റെയും അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു കേന്ദ്രമാണ്. നമ്മളങ്ങോട്ട് കയറ്റിയില്ല പുള്ളി, കാരണം സേഫ് അല്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ല. ഈ ഒരു പാർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പാർക്കാണ്. അതായത് ഇതിൻ്റെ പഴയ ഭാഗത്തെ കെട്ടിടങ്ങൾ കണ്ടില്ലേ? ഈ പാർക്കിൻ്റെ അപ്പുറത്ത് മൊത്തം ഇതിൻ്റെ പഴയ കെട്ടിടങ്ങളും പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് കംപ്ലീറ്റ് പുതിയ കെട്ടിടങ്ങളും. അതാണ് ഈ ഒരു പാർക്കിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത് ഈ പഴയ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ റെൻറ്റ് കൊടുക്കുന്നത്. അതായത് അവിടെ സപ്ലൈ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് കുറവാണ്. അതായത് ആളുകൾ കൂടുതലും, ഡിമാൻഡ് കുറവുമാണ്. നേരെ മറിച്ച് പുതിയ ഭാഗത്ത് പുതിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള പുതുപുത്തൻ ഫ്ലാറ്റുകൾ വന്നപ്പോഴത്തേക്കിനും ധാരാളം ഫ്ലാറ്റുകളും ആളുകൾ കുറവായി. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? പുതിയ ഫ്ലാറ്റുകൾക്ക് റെൻറ്റ് കുറയും. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പുതിയ ഫ്ലാറ്റിൽ പോയി താമസിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റിയും ഇല്ല. എന്നാൽ പുതിയ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാർ അവിടെ അത്യാവശ്യം മോശമില്ല താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പഴയ ഫ്ലാറ്റുകളും പഴയ അപ്പാർട്ട്മെൻറ്റുകളും ഉള്ള പണ്ടത്തെ ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള ഗ്രീഡി ആൾക്കാർ ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയും കണ്ടോ നിങ്ങൾക്ക് ആ കടയുടെ മുകളിൽ കണ്ടില്ല AC ഇരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അത് മറ്റൊരു വീടാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കുന്ന കാണാം. അത് മറ്റൊരു വീടാണ്.
ആ താഴെ കടയാണ്. അപ്പോൾ ഈ വീടുകൾക്കൊക്കെ ഇത്രയും റെൻ്റ് ഉള്ളപ്പോഴത്തേക്കിനും കടകൾക്കൊക്കെ എത്രത്തോളം റെൻ്റ് ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ മുംബൈയിലും ഡൽഹിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിലും ഭീകരമാണ് കാഴ്ചകൾ, അല്ലെങ്കിൽ ഇതിലും ഭീകരമാണ് അവസ്ഥകൾ. ഇവിടെ പിന്നെ മറ്റൊരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ പഴയ കെട്ടിടങ്ങൾ, ഈ റിയൽ എസ്റ്റേറ്റ് ആൾക്കാർ വന്നിട്ട് ഈ പഴയ കെട്ടിടങ്ങളിലെ 40% വരുന്ന അപ്പാർട്ട്മെൻറ്റുകൾ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു കമ്പനി വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി 60% ആൾക്കാർ അത് നിർബന്ധമായിട്ടും ആ കമ്പനിക്ക് അത് വിറ്റേ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു നിയമം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ പഴയ കെട്ടിടങ്ങൾ പല ആൾക്കാരും വന്ന് വാങ്ങിച്ചിട്ട് അത് പൊളിച്ചിട്ട് അതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി വലിപ്പമുള്ള പുതിയ കെട്ടിടങ്ങൾ പണിതിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. അവിടെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് കാശുണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു പുതിയ ഫ്ലാറ്റുകൾക്കൊക്കെ ഏകദേശം 12 കോടി 13 കോടിയൊക്കെയാണ് അതിൻ്റെയൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സാധാരണ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് കൂടുതൽ ഗവൺമെൻറ് അധികം സപ്പോർട്ട് ചെയ്യാത്തതെന്ന്. അപ്പോൾ അതിനൊരു ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പോൾ പഴയ ബിൽഡിങ്ങുകൾ പൊളിച്ച് പുതിയ ബിൽഡിങ്ങുകൾ പണിയുമ്പോഴത്തേക്കിനും ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർക്ക് കോമ്പൻസേഷൻ കിട്ടുമല്ലോ. അന്നേരം അവർക്ക് ഈ പുതിയ ബിൽഡിങ്ങുകൾ വരുമ്പോഴത്തേക്കിനും അവർക്കൊരു പുതിയ ഫ്ലാറ്റും കിട്ടും, അവർക്ക് എക്സ്ട്രാ പൈസയും കിട്ടും. മനസ്സിലായില്ലേ? അത് പുതിയൊരു ബിസിനസ്സാണ്. അതായത് ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു ആയുസുണ്ടല്ലോ. ഈ ഫ്ലാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 25-30 വർഷം അല്ല 50 വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ 50 വർഷം കഴിയുമ്പോഴത്തേക്കിനും ഇത് പൊളിച്ച് പുതിയ പണിയണമല്ലോ. അപ്പോൾ അത് പൊളിച്ച് പണിയുമ്പോഴത്തേക്കിനും ടെക്നോളജി മാറി, കാലം മാറി, കോലം മാറി. ഇപ്പോൾ ഇത് 1, 2, 3, 4, 5 നിലയാണെങ്കിൽ ഇത് പൊളിച്ച് പണിയുമ്പോൾ 50 നിലയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 5 നിലയിലുള്ള ആൾക്കാർക്ക് ലാൻഡ് വാല്യൂവിൻ്റെ ഈക്വലായിട്ടുള്ള ആ ഒരു പ്രൊപ്പോഷണൽ വാല്യൂ ഒക്കെ കിട്ടുമ്പോഴത്തേക്കിനും അവർക്ക് ചിലപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് വരെ 5-6 അപ്പാർട്ട്മെൻറ്റിൻ്റെ പൈസ കിട്ടും. അന്നേരം അതിൻ്റെ വാല്യൂ എത്രത്തോളം ആയിരിക്കും ആലോചിച്ച് നോക്കി. അത് ഭയങ്കര ബിസിനസ്സാട്ടോ. അത് നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. മുംബൈയിലൊക്കെ പഴയ ഫ്ലാറ്റുകളൊക്കെ പൊളിച്ചു തുടങ്ങി പലയിടത്തും. ഗുജറാത്തിലവരുടെയൊക്കെ പഴയ ഫ്ലാറ്റുകളൊക്കെ പൊളിച്ചു തുടങ്ങിയിട്ട് പുത്ത ഫ്ലാറ്റുകൾ ഇതേപോലെ പല ആൾക്കാരും കോടിപതികളായി മാറുന്നുണ്ട്. ഇവിടൊക്കെ എത്ര ലക്ഷം ആൾക്കാരായിരിക്കും ഈ കാണുന്ന വീടുകളിലും മറ്റൊക്കെ താമസിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. പൊന്നു എന്താ അല്ലേ? ആ റോഡിൻ്റെ നടുവിലെല്ലാം അപ്പുറത്തും എല്ലാം കച്ചവടങ്ങളാണ്. മൊത്തത്തിൽ പച്ചക്കറിയൊക്കെ എന്ത് ഫ്രഷാണെന്നറിയോ നോക്കി, എന്ത് ഭംഗിയാണ്. അതും നമ്മൾ കാണാത്ത കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട് നമ്മൾ കാണാത്തതുമായിട്ടുള്ള സംഭവങ്ങൾ. അതിനിടയ്ക്ക് ഒരു ഹോട്ടല്, പിന്നെ ഇറച്ചിക്കാരൻ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് യുവാക്കളെ ഒന്നും കാണാൻ കിട്ടുകയില്ല. എല്ലാം ഈ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള ആൾക്കാരായിരിക്കും കാണുന്നത്. കടകളിലും ബാക്കിയുള്ള സംഭവങ്ങളും വിൽപ്പന നടത്തുന്നതും അല്ലാതെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും എല്ലാവരും. ഇപ്പോഴാണ് ഇവിടെ കോൺട്രിബ്യൂട്ടറി പെൻഷനും മറ്റുമൊക്കെയുള്ള പരിപാടികൾ തുടങ്ങിയത്. പണ്ട് ഈ പെൻഷനും പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഇല്ലാത്തത് കൊണ്ട് ആളുകളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ഇപ്പോഴും ആളുകൾ പണ്ട് കാലത്ത് പെൻഷനും മറ്റും ഇല്ലാത്തതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നല്ല വൃത്തിക്കാണ് കേട്ടോ മീറ്റൊക്കെ വിൽക്കുന്നതും എല്ലാം നല്ല വിലയാണ്. ഇവിടുത്തെ സാധാരണ ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കട, മുട്ടക്കട, പിന്നെ ഇറച്ചിക്കട, പച്ചക്കറിക്കട, പിന്നെ ഇതൊക്കെ ഇറച്ചിക്കടയാണ്. ഹോങ്കോങ് ഡക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കാൻ വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വശം ഹോങ്കോങ്ങിനുള്ളതായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ആരും ഇതൊന്നും കാണുന്നില്ല. ഹോങ്കോങ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളും മാത്രമാണ് ഇവിടെ വരുന്ന എല്ലാവരും കാണുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വശം ഹോങ്കോങ്ങിനുണ്ട് എന്നുള്ളത് പുതുമയായിരുന്നു. നമ്മൾ ഏതൊരു രാജ്യത്ത് പോയാലും ആ രാജ്യത്ത് നമ്മൾ ഒരിക്കലും കാണാത്ത പല കാഴ്ചകളും ഉണ്ടാവും അല്ലേ? പുള്ളിയോടെ പാട്ടൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ. അതൊക്കെ ശരി, പാട്ടൊക്കെ ഇട്ടിരുന്ന ആൾക്കാര് അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ പേപ്പറും പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണത്. 70 സെന്റ് കിട്ടുന്നതിന് 1 കിലോയ്ക്ക്. അപ്പോൾ അവര് അതിലിച്ചിരി വെള്ളമൊക്കെ തളിച്ച് അതിൻ്റെ വെയിറ്റൊക്കെ കൂട്ടി അവരത് വിൽക്കും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടില്ലേ, ആ കെട്ടിടങ്ങളിൽ പലരും പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ പെയിൻ്റ് അടിയാണോ മെയിൻ്റനൻസ് ആണോ എന്നറിയില്ല. അവിടെയൊക്കെ എന്തോ മെയിൻ്റനൻസിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും തുണിയൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ തൂക്കി ഉണക്കാൻ ഇട്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇവർക്ക് വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. അകത്തൊന്നും ഉണക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അതിന് പോലും വിരിച്ചിടാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇപ്പം എല്ലാവരും ഇത്തരത്തിൽ ഇങ്ങനെ പുറത്തിങ്ങനെ തുണി തൂക്കിയിട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫെയ്ഹോ സ്ട്രീറ്റ് മുനിസിപ്പൽ സർവീസസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഇതൊരു ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്. എല്ലാ ഏരിയയിലും ഇതുപോലെയുള്ള ഗവൺമെൻറ് ബിൽഡിങ്ങുകളുണ്ടാവും. ഇവിടെ നമുക്ക് ടെമ്പററി സ്റ്റഡി റൂം, സ്പോർട്സ് സെൻറ്റർ, ബുക്കിംഗ് ഓഫീസ്,
സ്പോർട്സ് സെൻറ്റർ, ചിൽഡ്രൻസ് പ്ലേ റൂം, ഫിറ്റ്നസ് റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഹോങ്കോങ്ങിലെ മറ്റൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വീടുകളാണ്. അതായത് ഞങ്ങളെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ സൊസൈറ്റി പോലെയുള്ള ഒരു കോർപ്പറേഷൻ്റെയൊക്കെ ഒരു ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ മേളിൽ കയറി വന്നത് നമ്മൾ ശരിക്കും കാണാൻ പോകുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങുകൾക്ക് മുകളിൽ കുറച്ച് കുടിലുകൾ പോലുള്ള സംഭവങ്ങൾ കണ്ടില്ലേ? ഈ കാണുന്ന കുടിലുകൾ എന്ന് പറയുന്നത് തികച്ചും ഇല്ലീഗലായിട്ടുള്ള ഹൗസിംഗ് ആണ്. അതായത് വളരെ ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ എങ്ങനെയും പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു വ്യാധിയിൽ ഹൗസ് ഓണർമാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ കാണുന്ന ഇല്ലീഗൽ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഈ ഇല്ലീഗൽ ഹൗസിംഗ് എന്ന് പറയുന്ന സംഭവത്തിന് റെന്റ് കുറവായതുകൊണ്ട് അത് എടുക്കാനും അവിടെ താമസിക്കാനും ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു സംഭവങ്ങളും നിയമപരിരക്ഷയും ഉണ്ടാവണം എന്നില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ പോലും ഇത്തരത്തിലുള്ള കുടിലുകൾ കെട്ടി നമുക്ക് ആളുകൾ താമസിക്കുന്ന കാണാൻ സാധിക്കും. ഈ ഒരു കെട്ടിടം തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പല സ്ഥലത്തും ആല് പോലെ പല ചെടികളും മരങ്ങളും ഒക്കെ മുളച്ച് നിൽക്കുന്നു. പിന്നെ അതല്ലാതെ ചെടികൾ നട്ടതുണ്ട്. അതിലുപരി കുറേ സംഭവങ്ങൾ ആ കെട്ടിടത്തിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലാണ് ആളുകൾ ഇവിടെ താമസിക്കുന്നത് എന്നുള്ളത്. ഇനി ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് കുറച്ച് പുതിയ ഫ്ലാറ്റുകൾ പോലെ, പുതിയ അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള കുറേ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് പബ്ലിക് ഹൗസിംഗ് എന്ന് പറയും. പബ്ലിക് ഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണ് ബേസിക്കലി. അതായത് ഗവൺമെൻറ് സാധാരണ ആളുകൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ ബിൽഡിങ്ങുകൾ പണിത് ഇതുപോലെയുള്ള ഫ്ലാറ്റുകൾ പണിതിട്ട് അത് പൊതുജനങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കും. ഈ പബ്ലിക് ഹൗസിങ്ങിൽ നിങ്ങൾക്കൊരു വീട് റെന്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ 35,000 രൂപ, അതായത് ഹോങ്കോങ് ഡോളർ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ രൂപ 35,000 രൂപ മാത്രം വാടക കൊടുത്താൽ മതി ഒരു മാസം. പക്ഷേ അവിടെ വീടുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 7 വർഷം ഹോങ്കോങ്ങിൽ താമസിച്ച് പെർമനന്റ് റെസിഡൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതുപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വീട് കിട്ടുകയുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് അത് കിട്ടത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെയുണ്ട്. ആ കാണുന്ന പബ്ലിക് ഹൗസിംഗ് ബിൽഡിങ്ങുകളിൽ 2 ബെഡ്റൂം ഉള്ള ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് റെന്റിന് കിട്ടുന്നത്. അത് എല്ലാം ഒരു സിംഗിൾ രീതിയിലുള്ള ഒരേ കാറ്റഗറിയിൽ വരുന്ന അപ്പാർട്ട്മെന്റുകളായിരിക്കും അവിടെ ഉള്ളത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൈവറ്റ് ഹൗസിങ്ങുകളും പിന്നെ ചില മലയുടെ മേളിലൊക്കെ എന്തൊക്കെയോ കുറെ ഇൻഡിവിജ്വൽ വീടുകൾ എന്നൊക്കെ പറയുന്നത് ശതകോടീശ്വരന്മാരുടെയൊക്കെ സംഭവങ്ങളായിരിക്കണം ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലത്ത്. എന്തായാലും വളരെ വ്യത്യസ്തമായ കുറെ കാഴ്ചകളാണ് നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് കാണുന്നത്. അതിനു വേണ്ടിയാണ് നമ്മളെ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പുള്ളി കൊണ്ടുപോയത്. അതുകൊണ്ട് നമുക്ക് കുറെ കാഴ്ചകൾ കാണാൻ പറ്റി. ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരൊക്കെ സമ്മർ സമയത്ത് അത്യാവശ്യം തണുപ്പ് കൊള്ളാനും പിന്നെ എന്തെങ്കിലുമൊക്കെ റിക്രിയേഷനും ഒക്കെ വേണ്ടി വരുന്ന ഇതുപോലെയുള്ള സ്ഥലങ്ങൾ, ഇതുപോലെയുള്ള ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ ഇതുപോലെയുള്ള ഏരിയയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര കണക്കിന് വീടുകൾ ഇവിടെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഈ കാണുന്നത് ഇതൊരു വീടാണ്, അതൊരു വീടാണ്, അത് വേറെ വീടാണ്, ഇത് വേറെ വീടാണ്. എല്ലാം ചെറിയ 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 സെറ്റപ്പുകളാണ്. ഹോങ്കോങ്ങിലെ വലിയൊരു വിഭാഗം ലോ ഇൻകം ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെയുള്ള മാർക്കറ്റുകളൊക്കെ വളരെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള, ഹോങ്കോങ്ങിൽ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് സാധനങ്ങൾ കിട്ടുന്ന പച്ചക്കറിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. തിരക്കാണല്ലോ, എന്തോരോ ആൾക്കാരല്ലേ എല്ലാം. അതായത് ഞാനിവിടെ കണ്ട ഒരു 95% വരുന്ന ആൾക്കാരും ചൈനക്കാരാണ്, അതായത് ചൈനീസ് ഒറിജിനൽ ആൾക്കാരാണ്. നമ്മൾ ഒരു വീട്ടിലേക്കൂടെ കയറുകയാണ്. ഈ കാണുന്ന സ്ഥലത്തൂടെ നമ്മൾ മുകളിലേക്ക് ഒരു സ്ഥലത്തൂടെ കയറുകയാണ്. എന്താണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. ഇവിടുത്തെ പോസ്റ്റ് ബോക്സ് ഒക്കെ കണ്ടോ? ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന പോസ്റ്റ് ബോക്സുകളാണില്ല. അപ്പോൾ ഇവിടെ എന്താണ്, ലക്കി ഹോസ്റ്റൽ, സൊസൈറ്റി ഫോർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. ഇവിടെ ഒന്നും ലിഫ്റ്റ് എന്ന് പറയുന്ന സംഭവമില്ല. ലിഫ്റ്റ് പുതിയ ബിൽഡിങ്ങുകളിൽ മാത്രമേ ഉള്ളൂ, പണ്ടത്തെ ബിൽഡിങ്ങുകളിൽ അതൊന്നും ഇല്ല. അത് ഗോയിങ് ടു ലക്കി ഹോസ്റ്റൽ. ഇതിനകത്തൊരു ഹോസ്റ്റൽ അല്ല, ഇത് നമ്മൾ സൊസൈറ്റി ഫോർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലാണ്. അങ്ങനെ സ്റ്റീഫൻ്റെ ടൂറ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഇവിടെ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ തന്നെ നോക്കൂ, കാണുന്നുണ്ടോ? ഇതൊരു വീടാണ് ഈ കാണുന്നത്, കണ്ടോ? അതായത് ഇത്രയും ഹൈറ്റേ ഉള്ളൂ ഇതിന്, കണ്ടല്ലേ? ആ കാണുന്ന ഒരു വീട്. പിന്നെ ഇതൊക്കെ വീടുകളാണ്, ഇതൊക്കെ മേളിൽ കാണുന്നതൊക്കെ വീടുകളാണ്, ആ കാണുന്ന എല്ലാ വീടുകളാണ്. പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ആ താഴത്തെ കടകളുടെ ഹൈറ്റിലുള്ള ഒരു സെറ്റപ്പ് കണ്ടല്ലേ? ഇത്രയും ഹൈറ്റ് മാത്രമേ കാണുള്ളൂ അതിന്. അതാണ് ആ സംഭവം. ഇതൊരു വല്ലാത്തൊരു
ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത കാഴ്ചകളാണ് സത്യം പറഞ്ഞാല് ഞാനും നീ കണ്ടത്. പുള്ളി ഫാൻ വെച്ചിരിക്കുന്നുണ്ടല്ലേ, വളരെ അഫോർഡബിൾ റേറ്റില് ഇലക്ട്രോണിക്സും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം വെക്കുന്ന സ്ഥലമാണ്. ഇത് തിരക്ക് അതിനകത്തൊക്കെ ചെറിയ കടയാണ്, പക്ഷെ തിരക്ക് ഈ ചെറിയ ഫാനൊക്കെ ഈ വീടുകളിലേക്ക് വാങ്ങിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഫാനുകളൊക്കെയാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും ചെറിയ പൈസ അല്ല കേട്ടോ, അല്ല നല്ല കത്തിയാ. ഇവിടെ മൊത്തം ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ മൊത്തത്തില്. ഈ കടക്കകത്ത് പോലും സ്ഥലമില്ല ഗൈസ് നടക്കാൻ, അത്ര തിരക്കാ. തിരക്കാണല്ലോ. എത്തി ഗൈസ്. കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് എത്തി. ഭയങ്കര ഫാസ്റ്റാണ് ഇവിടെ. ചില സമയത്ത് ബൈ റോഡ് വരുന്നതിലും എളുപ്പമാണ് മെട്രോയിൽ കയറി വരുന്നത്. മെട്രോ ഫാസ്റ്റ്, ചീപ്പ്, ഈസി. നമ്മൾ ഒരു മെട്രോ സ്റ്റേഷനിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് ഈ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് എക്സിറ്റ് വയ C2 എന്നാണ് എനിക്ക് പോകേണ്ട സ്ഥലത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ C2 എന്ന് പറയുന്ന C എക്സിറ്റിൽ പോയിട്ട് രണ്ടാമത്തെ എക്സിറ്റിൽ കൂടെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് എത്തേണ്ട സ്ഥലത്തെത്തും, ഇല്ലെങ്കിൽ ഞാൻ ചുറ്റി കറങ്ങേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് C എന്ന് പറയുന്ന എക്സിറ്റ്, C. നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹോങ്കോങ്ങിൻ്റെ ഈ ഒരു വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം. നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ പോയിട്ട് നമ്മൾ ജീവിക്കുന്നു. ലേബർ ക്യാമ്പ് അടക്കം പല സ്ഥലങ്ങളിലും നമ്മുടെ ആളുകൾ പോയി ജോലി ചെയ്യുന്നു. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ മാക്സിമം പൈസ അവർ സമ്പാദിച്ച് സേവ് ചെയ്ത് നാട്ടിലേക്ക് അയക്കുന്നു. ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ജീവിതമില്ല. അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ഫാമിലിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അങ്ങനെ പറയാം അല്ലേ. അവർക്ക് നാട്ടിൽ സ്വന്തമായിട്ട് വീടും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ടാവും. അതേപോലെയാണ് നമുക്ക് ഇവിടുത്തെ ഈ പറഞ്ഞ കേജ് ഹൗസുകളടക്കം പല സ്ഥലങ്ങളിലും ആളുകൾ വന്ന് ജീവിക്കുന്നത്. അത് ചിലപ്പോൾ ചൈനയിൽ നിന്നോ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നോ ഒക്കെ വന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ അവരുടെ നാട്ടിൽ അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ അവരിവിടെ വരുമ്പം അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്, അവർ ബുദ്ധിമുട്ടാണ്, അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഫോർ എ ബെറ്റർ ലിവിങ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ അവർക്ക് എന്ത് ബെറ്റർ ലിവിങ് കിട്ടുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കഷ്ടപ്പെടുന്നു, നമുക്ക് വേണ്ടിയല്ല, ആർക്കോ വേണ്ടിയാണോ എനിക്കറിയില്ല. എന്താണ് അവർക്കൊരു ബെറ്റർ ലിവിങ് കിട്ടുന്നത്? മേ ബി അവരുടെ നാട്ടിലത് പറ്റാഞ്ഞിട്ടാണോ? പറ്റില്ലേ? ആ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മാറി നിൽക്കും. എന്തായാലും വളരെ വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകൾ കണ്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നാളെ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത യാത്ര പോകുന്നു. ബൈ.